അദൃശ്യമായ, തടയാൻ കഴിയാത്ത ഒന്നിനോട് പോരാടാൻ ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കാരണം നിങ്ങൾ പ്രകൃതിയേക്കാൾ ശക്തനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ പരാജയപ്പെടുക മാത്രമല്ല, നിങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്യും. കാറ്റിനെ വെടിവെച്ച വില്ലാളിയുടെ കഥയാണിത്. കഠിനമായ രീതിയിൽ അദ്ദേഹം പഠിച്ച പാഠവും. ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ അരിൻ എന്ന ഒരു യുവ വില്ലാളി ജീവിച്ചിരുന്നു. അദ്ദേഹം വില്ലുകൊണ്ടുള്ള സമാനതകളില്ലാത്ത വൈദഗ്ധ്യത്തിന് പ്രശസ്തനായിരുന്നു. അദ്ദേഹം എയ്ത ഓരോ അമ്പും ലക്ഷ്യത്തിലെത്തി. ഗ്രാമവാസികൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ അഭിമാനം വളർന്നു അതിശയകരമായി. ഒരു ദിവസം കാറ്റ് മുമ്പത്തേക്കാൾ ഉച്ചത്തിൽ അലറിവിളിച്ചപ്പോൾ ഗ്രാമവാസികൾ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകി. അരിൻ, കാറ്റിനെ വെല്ലുവിളിക്കരുത്. അത് ആരുടെയും ശക്തിക്ക് അതീതമാണ്. എന്നാൽ അരിൻ അഹങ്കാരത്താൽ അന്ധനായി. എനിക്ക് ഭാഗ്യം ആവശ്യമില്ല, അദ്ദേഹം വീമ്പിളക്കി, എനിക്ക് വൈദഗ്ധ്യം വേണം. അതിനാൽ ഒരു മടിയും കൂടാതെ അദ്ദേഹം തന്റെ അമ്പ് നേരെ കാറ്റിന്റെ ശക്തമായ കൊടുങ്കാറ്റിലേക്ക് എറിഞ്ഞു. ഗ്രാമവാസികൾ ആകാംക്ഷയോടെ നോക്കി. കാറ്റ് കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങി. അരിൻ വെടിയുതിർത്തു. ആദ്യം ഒന്നും സംഭവിക്കില്ലെന്ന് തോന്നി. അമ്പ് കൊടുങ്കാറ്റിലേക്ക് അപ്രത്യക്ഷമായി. എന്നാൽ പിന്നീട് വിധിയുടെ പെട്ടെന്നുള്ള ഒരു വഴിത്തിരിവ്. കാറ്റിന്റെ ശക്തി അരിനെതിരെ തിരിഞ്ഞു. അവന്റെ അമ്പ് പിന്നോട്ട് പറന്നു, സ്വന്തം തോളിൽ തട്ടി. അരിൻ തകർന്നു. കാറ്റ് അവനെ ചെറുക്കുക മാത്രമല്ല, അത് അവനെ താഴ്ത്തി. ആ വേദനാജനകമായ നിമിഷത്തിൽ യഥാർത്ഥ ശക്തി പ്രകൃതിയോട് പോരാടുന്നതിലൂടെയോ ശ്രേഷ്ഠത തെളിയിക്കുന്നതിലൂടെയോ വരുന്നില്ലെന്ന് അയാൾ മനസ്സിലാക്കി. അത് മനസ്സിലാക്കുന്നതിലൂടെയും ബഹുമാനിക്കുന്നതിലൂടെയുമാണ് വരുന്നത്. അതിനാൽ ഏറ്റവും വലിയ ജ്ഞാനം നിങ്ങൾ എത്ര ശക്തരാണെന്ന് കാണിക്കുകയല്ല, ഏത് യുദ്ധങ്ങളാണ് പോരാടേണ്ടതെന്ന് അറിയുക എന്നതാണ്. അഹം നമ്മെ യഥാർത്ഥ ശക്തിയിൽ നിന്ന് അന്ധരാക്കുന്നു. അനിയന്ത്രിതമായതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്തോറും അത് നിങ്ങളെ കൂടുതൽ നിയന്ത്രിക്കുന്നു. അരിൻ മാസങ്ങൾ സുഖം പ്രാപിക്കാൻ ചെലവഴിച്ചു. കാറ്റിനെ വെല്ലുവിളിക്കുന്നതിനു പകരം കേൾക്കാൻ പഠിച്ചു. കാറ്റിനെ എതിർക്കുന്നതിനു പകരം തന്റെ ലക്ഷ്യത്തെ നയിക്കാൻ കാറ്റിനെ അനുവദിച്ച ഒരു ബുദ്ധിമാനായ വില്ലാളിയായി അവൻ മാറി. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഇതാ. വർഷങ്ങൾക്ക് ശേഷം അരിൻ മികച്ച വില്ലാളിയായി മാറിയത് അദ്ദേഹം കൂടുതൽ വെടിയുതിർത്തതുകൊണ്ടല്ല, പക്ഷേ എപ്പോൾ വെടിവയ്ക്കണമെന്നും എപ്പോൾ കാത്തിരിക്കണമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നതുകൊണ്ടാണ്. പിന്നീടൊരിക്കലും അദ്ദേഹം കാറ്റിലേക്ക് അമ്പ് എയ്തില്ല. അപ്പോൾ നിങ്ങളുടെ കാറ്റ് എന്താണ്? നിങ്ങളെ നിയന്ത്രിക്കുന്ന ഏത് വെല്ലുവിളിയാണ് നിങ്ങൾ നേരിടുന്നത്? കമന്റുകളിൽ പറയൂ. ഈ കഥ നിങ്ങളെ ചിന്തിപ്പിച്ചെങ്കിൽ ലൈക്ക് അടിക്കുക. സൗമ്യമായ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ഒരാളുമായി പങ്കിടുക. കാരണം ചിലപ്പോൾ എപ്പോൾ ഉപേക്ഷിക്കണമെന്ന് അറിയുക എന്നതാണ് ഏറ്റവും വലിയ ശക്തി.